ശ്രീ ജോർജ് പൊടിപാറ, എന്തിനാണ് പി ജെ ജോസഫ് ഇങ്ങനെയൊരു അവമതിപ്പ് സ്വയം മുൻകൈയെടുത്ത് ഏറ്റുവാങ്ങിയത്? എന്തായിരുന്നു പി ജെയെ ഇപ്പോൾ ലോക്സഭാ സ്ഥാനാർത്ഥിയാകാൻ മോഹിപ്പിച്ച സാഹചര്യം? വേണു, നേരത്തെ ശ്രീ ആൻ്റണി രാജു പറഞ്ഞ ചില കാര്യങ്ങളോട് അത് കൂട്ടി വായിക്കേണ്ടി വരും. പാർട്ടിയിൽ വർക്കിംഗ് ചെയർമാൻ എന്ന പദവിയുണ്ടെങ്കിലും പാർട്ടിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും താൻ വേണ്ടത്ര ഗൗനിക്കപ്പെടുന്നില്ല, തൻ്റെ വിഭാഗത്തിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. പാർലമെൻ്ററി പാർട്ടിയിലായാലും ശരി, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലായാലും ശരി, തൻ്റെ ഗ്രൂപ്പിലുള്ളവരും താൻ പ്രതിദാനം ചെയ്യുന്ന വിഭാഗവും ദുർബലമാണ്. പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിലൊന്നും വേണ്ടത്ര ഒരു പ്രാതിനിധ്യമോ പങ്കാളിത്തമോ കിട്ടുന്നില്ല എന്ന് പി ജെ ജോസഫ് കുറേ കാലമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല, കേരള യാത്രയോടുകൂടി ജോസ് കെ മാണി പാർട്ടിയുടെ അമരത്തേക്ക് വരുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയും ലഭിച്ചു. കെ എം മാണി എന്ന ചെയർമാൻ്റെ കീഴിൽ വർക്കിംഗ് ചെയർമാനായിരിക്കാൻ പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജാള്യതയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടിൻ്റെ കാര്യമില്ല. പക്ഷേ എത്രയോ ജൂനിയറായ ജോസ് കെ മാണി പാർട്ടിയുടെ ചെയർമാനായി തീരുമ്പോൾ വീണ്ടും രണ്ടാമനായി വർക്കിംഗ് ചെയർമാനായി കൂടുതൽ അവഗണിക്കപ്പെട്ട് കഴിയാൻ പി ജെ ജോസഫ് എന്ന് പറയുന്ന പാർട്ടി നേതാവിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അതിലൊരു സ്ഥാനാർത്ഥിയാകാൻ ഉള്ള പി ജെ ജോസഫിൻ്റെ ആഗ്രഹ പ്രകടനത്തെ സത്യത്തിൽ മറ്റു ചിലതുമായിട്ടാണ് കൂട്ടി വായിക്കേണ്ടത്. പി ജെ ജോസഫിന് കൃത്യമായിട്ട് അറിയാം, ഒരു സീറ്റാണ് പാർട്ടിക്ക് ലഭിക്കുന്നതെങ്കിൽ അത് കോട്ടയമാണെങ്കിൽ താൻ എത്ര ആവശ്യപ്പെട്ടാലും കെ എം മാണി അല്ലെങ്കിൽ ജോസ് കെ മാണി അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. അങ്ങനെ വരുമ്പോൾ പാർട്ടി ഒരു വലിയ ഡയലമയിലേക്ക് ചെല്ലും. വർക്കിംഗ് ചെയർമാൻ എന്നുള്ള നിലയിൽ പി ജെ ജോസഫിൻ്റെ മത്സരിക്കാനുള്ള ആഗ്രഹത്തെ പാർട്ടി നിഷേധിക്കുമ്പോൾ അത് പാർട്ടിയിൽ ഒരു വലിയ കലാപത്തിലേക്കും അല്ലെങ്കിൽ പാർട്ടിയിൽ പി ജെ ജോസഫിന് അനുകൂലമായ ഒരു വേവ് ഉണ്ടാകാൻ കാരണമാകും. മാത്രമല്ല, ആ ഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസും ഇത്തരമൊരു കാര്യത്തിൽ പി ജെ ജോസഫിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന കാര്യം അനിഷേധ്യമാണ്. ആൻ്റണി രാജു പറഞ്ഞ നേതാക്കളുടെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും, കോൺഗ്രസ് നേതാക്കളുടെ അനുഗ്രഹാശിസുകൾ പി ജെ ജോസഫിൻ്റെ ആഗ്രഹ പ്രകടനത്തിന് പിന്നിലുണ്ടായിരുന്നു. എന്തായിരുന്നു കൃത്യമായ ഒരു അജണ്ട ഉണ്ടാകാം. അതിൻ്റെ പിന്നിലെ താല്പര്യം നേരത്തെ പറഞ്ഞ മാണിയെ ദുർബലപ്പെടുത്തുന്നതിനോടൊപ്പം കോട്ടയത്ത് മാണി കോൺഗ്രസിനെ ഏൽപ്പിച്ച ആഘാതവും അതുപോലെ തന്നെ അപമാനവും ഉണ്ട്. ആ അപമാനത്തിന് പി ജെ ജോസഫ് മാണിയുടെ പാർട്ടിയെ ശിഥിലമാക്കുക അല്ലെങ്കിൽ ശ്രീ ജോർജ് പൊടിപാറ, ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് മാണിയെ ദുർബലമാക്കാൻ ഇവർ കണ്ണിൽ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഓരോ വിജയവും പരമപ്രധാനമായിരിക്കുന്ന സന്ദർഭം തന്നെ തിരഞ്ഞെടുക്കുമോ? അത് വിചിത്രമാണ്. അത് ആത്മനാശത്തിലേക്കുള്ള വഴിയാണ്. അതല്ലാതെ സ്വയം ബലപ്പെടാനുള്ള, മാണിയെ ദുർബലപ്പെടുത്തി സ്വയം ബലപ്പെടാനുള്ള നീക്കത്തിന്റെ ഭാഗമായി എങ്ങനെ കാണാൻ കഴിയും? ഒറ്റ കാര്യം സാർ, ഒറ്റ കാര്യം, ആരാണ് രാജ്യസഭാ സീറ്റ് കൊടുത്തത്? ഇതുവരെ അവർ പോലും ക്ലെയിം ചെയ്യാത്തൊരു രാജ്യസഭാ സീറ്റ്. അങ്ങനെ രാജ്യസഭാ സീറ്റ് കൊടുത്തപ്പോൾ അത് മകന് തന്നെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? കോൺഗ്രസിന്റെ മുൻകൈയിലാണ് നടന്നത്, ലീഗിന്റെ മധ്യസ്ഥതയിലാണ് അത് നടന്നത്. ആ ഘട്ടത്തിൽ ആര് ബലപ്പെട്ടു? അതിനുള്ള സാഹചര്യം ഒരുക്കിയത് ആരാണ്? അതിനുശേഷം ഈ ലോക്സഭാ സീറ്റിലേക്ക് വരുമ്പോൾ ഒരു സീറ്റ് എന്തായാലും മാണിക്ക് കൊടുക്കേണ്ടി വരും. അതും അന്നും അറിയാവുന്നതാണ്. കോട്ടയം എടുക്കില്ല എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയതാണ്. ഈ രാജ്യസഭാ സീറ്റ് കൊടുത്ത ഘട്ടത്തിൽ തന്നെ ആ മേഖലയിൽ നിന്ന് ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ എതിർപ്പ് വന്നു. അതിന് പരിഹാരം എന്ന നിലയിൽ ലോക്സഭാ സീറ്റ് നമുക്ക് വീണ്ടെടുത്തുകൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോഴും ഉമ്മൻചാണ്ടി കർക്കശമായി പറഞ്ഞത് ആ സീറ്റ് മാണിക്ക് തന്നെ എന്നാണ്. അങ്ങനെ ആരെയാണ് സാർ ബലപ്പെടുത്തിയത് കോൺഗ്രസ്? ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം നിർണായകമായ വിജയം വേണ്ട ഘട്ടത്തിൽ മാണിയെ ദുർബലപ്പെടുത്താൻ ഈ കോട്ടയം സീറ്റ് വിവാദം ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ താല്പര്യത്തോടെ ഉണ്ടാക്കുമെന്ന് എങ്ങനെയാണ് കരുതാൻ കഴിയുക? വേണു, അതിനൊരു കൃത്യമായ മറുപടിയുണ്ട്. കാരണം ആ ജില്ലാ പഞ്ചായത്ത് സംഭവങ്ങൾക്ക് ശേഷം നമുക്കറിയാം, വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കോൺഗ്രസും കേരള കോൺഗ്രസ് മാണി വിഭാഗവും പ്രത്യേകിച്ച് ജോസ് കെ മാണി കോൺഗ്രസിൻ്റെ കണ്ണിലെ കരടാണ്. അന്നുണ്ടായ നാടകങ്ങളുടെ എല്ലാം സൂത്രധാരനായിട്ട് പ്രവർത്തിച്ച ജോസ് കെ മാണിയാണെന്ന് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും വിശ്വസിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കേരള കോൺഗ്രസിലെ മാണി വിഭാഗം അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ഒരു നോമിനി മത്സരിച്ചാൽ
നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പലരും മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ, കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ട് ആ സ്ഥാനാർത്ഥിക്ക് പിന്നിൽ അണിനിരക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. അത് ശ്രീ ഉമ്മൻചാണ്ടിക്കും അറിയാം, കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കൾക്കും DCCക്കും വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫിനെ പോലൊരാളാണ് സ്ഥാനാർത്ഥിയാകുന്നതെങ്കിൽ അങ്ങനെ ഒരു സ്വാർത്ഥത അതിനകത്ത് വന്നു എന്ന് വേണമെങ്കിൽ കരുതാൻ ന്യായമുണ്ട്. PJ ജോസഫാണ് മത്സരിക്കുന്നതെങ്കിൽ കോട്ടയത്തെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, DCCയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പാർട്ടി ഒറ്റക്കെട്ടായിട്ട്, കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ട് ജോസഫിന് പിന്നിൽ അണിനിരക്കുകയും കഴിഞ്ഞ തവണ ജോസ് കെ മാണി നേടിയ 1,25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി, അല്ലെങ്കിൽ ഏതാണ്ട് അതിനടുപ്പിച്ചൊരു ഭൂരിപക്ഷത്തിൽ PJ ജോസഫ് മത്സരിക്കുകയാണെങ്കിൽ കോട്ടയത്ത് നിന്ന് ജയിക്കുമെന്നുള്ള കാര്യത്തിലും കോൺഗ്രസ് നേതാക്കൾക്ക് സംശയമില്ല. അപ്പോൾ കുറച്ചുകൂടി ആ ജയം അനായാസമാക്കുക, ആ സീറ്റ് ഉറപ്പിക്കുക. മറിച്ച് കേരള കോൺഗ്രസും തമ്മിലുള്ള ആ അഭിപ്രായ ഭിന്നതയും മാനസികമായ അകലവും തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രതിഫലിക്കാതിരിക്കുക. മാത്രമല്ല, കോൺഗ്രസിന് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട KM മാണിയും അതുപോലെ തന്നെ ജോസ് കെ മാണിയും പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗം ഇടതുമുന്നണിയിൽ ചേരാനായിട്ട് എല്ലാ കരുനീക്കങ്ങളും നടത്തി ഇടതുമുന്നണി അതിനുള്ള ചുവപ്പ് പരവതാനി വിരിച്ച് കാത്തിരുന്നൊരു ഘട്ടത്തിൽ ആ ലയനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൂടിച്ചേരൽ, അല്ലെങ്കിൽ ഒരു സഖ്യം ഉണ്ടാകാതെ പോയത് അന്ന് PJ ജോസഫും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവരും എടുത്ത നിലപാടാണ്. സ്വാഭാവികമായിട്ടും PJ ജോസഫ് കോട്ടയത്ത് മത്സരിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ജോർജ് പൊടിപാറ പറഞ്ഞ ആ പോയിന്റിനോട് എനിക്ക് 100% വിയോജിപ്പുണ്ട്. അന്ന് ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകാൻ KM മാണി സാറിനോടൊപ്പം PJ ജോസഫ് സാറും തയ്യാറായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകാൻ ശ്രമം നടത്തി. എന്നാൽ അതിന് നടക്കാതെ പോയത് അവരുടെ ഭിന്നത കൊണ്ടല്ലോ, PJ ജോസഫ് സാറിൻ്റെ നിലപാട് കൊണ്ടല്ല, മറിച്ച് LDFിലേക്കുള്ള വാതിലുകൾ തുറക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ ഇടതുപക്ഷ മുന്നണിയിലെ ഏതെങ്കിലും പ്രമുഖ പാർട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ മുന്നണി ആസ് സച്ച് ഒരു കാരണവശാലും KM മാണി ഉൾപ്പെടുന്ന ഒരു പാർട്ടിയെ ഈ മുന്നണിയിൽ എടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ടാണ്. അതല്ലാതെ PJ ജോസഫ് സാർ നിലപാടെടുത്തത് കൊണ്ടല്ല. PJ ജോസഫ് സാറിനും ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകാൻ വിയോജിപ്പില്ലായിരുന്നു.